ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് തഞ്ചാവൂരിലെ പ്രശസ്തമായ തഞ്ചാവൂർ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി, പാലസിൻ്റെ അടുത്തെത്തി. അപ്പോൾ കുറച്ച് പേര് ഫ്രണ്ടിൽ പോകുന്നുണ്ട്, നമ്മളെ കൂടെ വന്നവർ. അപ്പോൾ തഞ്ചാവൂർ കൊട്ടാരം എന്ന് പറയുന്നത്, തഞ്ചാവൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക അവിടുത്തെ വലിയ കോവിൽ, പെരിയ കോവിൽ അഥവാ ബൃഹദേശ്വര ക്ഷേത്രമാണ്. അവിടുന്ന് 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പാലസിലേക്ക്. അപ്പോൾ പാലസ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇനിയിപ്പോൾ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ അവിടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് പാലസിൻ്റെ പല ഏരിയകളും. അതുകൊണ്ട് തന്നെ അധികം ഏരിയകളിലൊന്നും ഇപ്പോൾ കാണാനില്ല. അപ്പോൾ നമ്മളിതാ കയറി ചെല്ലണ ഭാഗം കണ്ടോ, ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിൻ്റെ ഗോപുരമൊക്കെ, പിന്നെ കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവിടെ, പ്രതിഷ്ഠകളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം കാണുന്നത്, കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ആ ഭാഗമാണത്. ഇതിപ്പോൾ അവരുടെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ്. നല്ല രസമായിട്ടത് കാണാം. ഇവിടെ നിന്ന് നമ്മളെ അവിടുത്തെ ചുറ്റുഭാഗം, ആകാശം ഇപ്പോൾ നമുക്ക് നിലത്താ തോന്നും, അത്രയും അടുത്തായിട്ട് തോന്നും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊട്ടാരങ്ങളിലൊക്കെ സിനിമയിലൊക്കെ കാണുന്ന പോലെ കൊട്ടാരത്തിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മളിങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കില്ല, അതുപോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനൊക്കെ പറ്റിയിട്ട്. പിന്നെ കുറച്ച് അപ്പോൾ ഒരുപാട് പ്രതിഷ്ഠകൾ കണ്ടിട്ടോ ആ പാലസിൻ്റെ അവിടെ. പിന്നെ അപ്പോൾ പിള്ളേർ അവിടെ ഒരു ആനയുടെ പ്രതിമ ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറിക്കുകയാണ്. ഇവിടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്, ഒക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാലസിൻ്റെ ഭംഗിയൊക്കെ ഒരു ഇതൊക്കെ പോയി. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഏരിയയ്ക്ക് കയറുകയാണ്. അവിടുത്തെ ചിത്രങ്ങളും ഇതൊക്കെ ഉള്ള. നമുക്ക് തഞ്ചാവൂരിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. 16-ാം നൂറ്റാണ്ടിൽ നായ്ക്കർ രാജവംശത്തിൽപ്പെട്ടവരാണ് ഇത് പണിതത്. പിന്നെ മറാഠക്കാർ ഇത് വികസിപ്പിച്ചെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറാഠ നായ്ക്കർ വാസ്തുവിദ്യകളുടെ ഒരു സംഗമം കൂടിയാണ് നമ്മളുടെ ഈ തഞ്ചാവൂർ കൊട്ടാരം. തഞ്ചാവൂരിലെ പ്രശസ്തമായിട്ടുള്ള ബൃഹദേശ്വര അഥവാ പെരിയ കോവിൽ ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയാണ് ഈ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 4-5 കാഴ്ചകളുണ്ട്. അവിടുത്തെ വാസ്തുവിദ്യ ഉണ്ട്, ചിത്രകല ഉണ്ട്, ലൈബ്രറി ഉണ്ട്, അവിടുത്തെ സ്മാരകങ്ങളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, കണ്ടോ, നാണയങ്ങൾ ഒക്കെ. നമുക്ക് പ്രത്യേക ഒരു കൗതുകം. പല ഏരിയയിൽ നമുക്ക് വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ലൈബ്രറിയുടെയും മറ്റ് ഇങ്ങനെ പഴയകാല അവിടുത്തെ പല പ്രതിഷ്ഠകൾ, അങ്ങനെ പല വിലമതിക്കാൻ പറ്റാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് അവിടുന്ന് വീഡിയോസ് എടുക്കാൻ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇനി നമ്മൾ ലൈബ്രറിക്കാണ് പോകുന്നത്. പക്ഷേ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് പുറത്ത് കിടക്കാൻ പറഞ്ഞവർ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചെല്ലാവരും. ഇനിയിപ്പോൾ ലൈബ്രറിക്ക് കിടക്കണമെങ്കിൽ ഇപ്പോൾ ലഞ്ച് ബ്രേക്ക് കഴിയണം. അതുവരെ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. പഴയകാല ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ലൈബ്രറി. ഞങ്ങളവിടെ പോയിട്ട് അവിടെ ചെറിയ തിയേറ്റർ, ആ തിയേറ്ററിൽ നമുക്ക് അവിടുത്തെ ചരിത്രങ്ങളോ അവിടുത്തെ എന്തൊക്കെ പ്രത്യേകതകളോ ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ 1/2 മണിക്കൂർ കുറച്ച് ബോറടിച്ചെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ. പിന്നെ ലൈബ്രറിയാണ്. ലൈബ്രറിക്ക് ഞങ്ങൾ അങ്ങോട്ട് കയറി, പക്ഷേ അവിടുന്ന് വീഡിയോസ് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി.